തോറ്റെന്നുറപ്പിച്ച മത്സരത്തിൽ കൈവിട്ട ബൗളിംഗ് മാറ്റങ്ങളുമായി വിസ്മയം കാട്ടി ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് കളം നിറഞ്ഞതോടെ ശ്രീലങ്കയ്ക്കെതിരായി മൂന്നാം ടി20യിൽ ഇന്ത്യക്ക് സൂപ്പർ ഓവറിൽ വിജയം. ഇരു ടീമുകളും നിശ്ചിത 20 ഓവറിൽ 137 റൺസ് വീതമെടുത്തതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടത്. ഇന്ത്യക്കായി സൂപ്പർ ഓവർ എറിഞ്ഞ വാഷിംഗ്ടൺ സുന്ദർ 3 പന്തിനിടെ കുശാൽ പെരേര, പത്തൂൻ നിസ്സംഗ എന്നിവരെ പുറത്താക്കി. ശ്രീലങ്കൻ സ്കോർ 2-ൽ ഒതുക്കി. വിജയലക്ഷ്യമായ 3 റൺസ് ആദ്യ പന്തിൽ തന്നെ ഇന്ത്യ മറികടന്നു. മഹീഷ് തീഷ്ണയ്ക്കെതിരെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഫോറടിച്ച് സൂര്യകുമാറാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയും ഇന്ത്യ തൂത്തുവാരി. ഇനി 3 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഏകദിന പരമ്പര ഓഗസ്റ്റ് 2 ആരംഭിക്കും. നേരത്തെ ശ്രീലങ്ക അനായാസം വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മത്സരം വൈവിധ്യം തുളമ്പുന്ന ബോളിംഗ് മാറ്റങ്ങളിലൂടെ തിരിച്ചുപിടിച്ച ഇന്ത്യ ഒടുവിൽ മത്സരം ടൈയിലെത്തിക്കുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ 16.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എന്ന നിലയിലായിരുന്നു ശ്രീലങ്ക. ഒടുവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുത്തതോടെ മത്സരം ടൈയിൽ അവസാനിച്ചു. 19 ഓവർ ബോൾ ചെയ്ത റിങ്കു സിംഗ് 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തിയതോടെയാണ് മത്സരം അപ്രതീക്ഷിതമായി ആവേശകരമായത്. രാജ്യാന്തര ക്രിക്കറ്റിൽ റിങ്കു സിംഗിന്റെ ആദ്യ ഓവർ കൂടിയായിരുന്നു ഇത്. റിങ്കു ബോൾ ചെയ്യാനെത്തുമ്പോൾ ശ്രീലങ്കയെ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 12 പന്തിൽ വെറും 9 റൺസായിരുന്നു. കൈവശമുണ്ടായിരുന്നത് 6 വിക്കറ്റും. രണ്ടാം പന്തിൽ ശ്രീലങ്കയുടെ ടോപ്പ് സ്കോറർ കുശാൽ പെരേരയെ സ്വന്തം ബൗളിംഗിൽ പിടികൂടിയ റിങ്കു അവസാന പന്തിൽ രമേശ് മെൻഡിസിനെ ശുഭ്മാൻ ഗില്ലിന്റെ കൈകളിലെത്തിച്ചു. ഇതോടെ അവസാന ഓവറിൽ ശ്രീലങ്കയ്ക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 6 റൺസ്, കൈവശം 4 വിക്കറ്റും. ആദ്യം ബൗളിംഗിനായി പ്രീമിയർ ബൗളർ മുഹമ്മദ് സിറാജിനെ വിളിച്ച സൂര്യകുമാർ പിന്നീട് തീരുമാനം മാറ്റി സ്വയം ബൗളിംഗിന് ഇറങ്ങുകയായിരുന്നു. രണ്ടാം പന്തിൽ തന്നെ കമദു മെൻഡിസിനെ റിങ്കു സിംഗിന്റെ കൈകളിലെത്തിച്ച് സൂര്യയും ഞെട്ടിച്ചു. 3 പന്തിൽ 1 റണ്ണുമായി മെൻഡിസ് മടങ്ങുമ്പോൾ സൂര്യയ്ക്ക് ആദ്യ രാജ്യാന്തര ടി20 വിക്കറ്റിന്റെ ആഹ്ലാദം. തൊട്ടടുത്ത പന്തിൽ മഹീഷ് തീഷ്ണയെ സഞ്ജുവിന്റെ കൈകളിലെത്തിച്ച് വീണ്ടും ലങ്കയ്ക്ക് സൂര്യയുടെ ഇരുട്ടടി. അമ്പയർ ഔട്ട് വിളിച്ചില്ലെങ്കിലും സഞ്ജുവിന്റെ നിർദ്ദേശപ്രകാരം സൂര്യ റിവ്യൂ എടുത്തതോടെയാണ് തീഷ്ണ പുറത്തായത്. അവസാന 3 പന്തുകളിൽ ശ്രീലങ്ക 1-2-2 എന്നിങ്ങനെ സ്കോർ ചെയ്തതോടെ മത്സരം ടൈയിൽ അവസാനിച്ചു.